പാകിസ്ഥാന് ഒരു പുതിയ സൈനിക പദവി, പക്ഷേ തിരക്കഥയും സംഭാഷണങ്ങളും ഒക്കെ പഴയത് തന്നെ. ഫീൽഡ് മാർഷൽ അസീം മുനീർ പാകിസ്ഥാന്റെ ചരിത്രത്തിലെ ആദ്യത്തെ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സസ് ആയി അധികാരമേറ്റിരിക്കുകയാണ്. പുതിയ പണി തുടങ്ങുമ്പോൾ തന്നെ ഇസ്ലാമാബാദിന്റെ ഇഷ്ട യുദ്ധമുറയായ ഭീഷണി പ്ലസ് ഇരവാദം മുഴക്കൽ അദ്ദേഹം പൊടി തട്ടിയെടുത്തു. അത് വല്ലാത്തൊരു കല തന്നെയാണ് കേട്ടോ. ഭീഷണിയും ഇരവാദവും ഒരുമിച്ച് മുഴക്കുക എന്നത്. ഇന്ത്യ ആക്രമണം കാണിച്ചാൽ ഞങ്ങളുടെ മറുപടി അതിലും വേഗതയുള്ളതും കടുത്തതുമായിരിക്കും എന്നാണ് മുനീറിന്റെ ഡയലോഗ്. ഒന്നുമില്ല, ആഭ്യന്തര പ്രതിസന്ധികളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള പാക് സൈന്യത്തിന്റെ സ്ഥിര നാടകം തന്നെ, ഒരു മാറ്റവും ഇല്ല. CDF പദവി ഏറ്റെടുത്തതിന് ശേഷം ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മുനീർ. ഇന്ത്യ തെറ്റായ ധാരണകളെ വെച്ച് പുലർത്തരുതെന്നും ഏത് സാഹചര്യത്തിലും പാകിസ്ഥാന്റെ സൈന്യം ശക്തമായി പ്രതികരിക്കുമെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. ഡയലോഗൊക്കെ കൊള്ളാം, പക്ഷേ പാകിസ്ഥാന്റെ ശക്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം തന്നെ ലോകം ഓർക്കുന്നത് അവരുടെ ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന ഭീകരതയും അതിന്റെ കടുത്ത സാമ്പത്തിക തകർച്ചയും നയതന്ത്ര ഒറ്റപ്പെടലും ഒക്കെയാണ്. ലോകത്തിന് മുന്നിൽ അമേരിക്കയുടെ കവലച്ചട്ടമ്പിയുടെ ഒരു റോൾ മാത്രമേ ഈ രാജ്യത്തിനുള്ളൂ, അല്ലെങ്കിൽ ആ വിധമാക്കി ഇതുവരെ അവിടെ ഭരിച്ചു മുടിച്ച ഭരണാധികാരികൾ. പാകിസ്ഥാൻ സമാധാനം ഇഷ്ടപ്പെടുന്ന ഒരു രാജ്യമാണ്, പക്ഷേ ഞങ്ങളുടെ ദൃഢനിശ്ചയം പരീക്ഷിക്കരുത് എന്ന പരമ്പരാഗതമായ പാക് സൈനികവാദം മുനീർ ആവർത്തിച്ചിട്ടുണ്ട്. ഭീകരതയുടെയും പ്രോക്സി യുദ്ധങ്ങളുടെയും അടിത്തറയിൽ കെട്ടിപ്പടുത്ത ഒരു രാഷ്ട്രത്തിന്റെ സമാധാനത്തെക്കുറിച്ച് തള്ളിമറിക്കാൻ എന്ത് യോഗ്യതയുള്ളതെന്നുള്ളതാണ്. മുനീർ പാകിസ്ഥാനെ അജയ്യമായ വിശ്വാസം നിറഞ്ഞ യോദ്ധാക്കളുള്ള ഒരു രാജ്യമായി ചിത്രീകരിച്ചപ്പോൾ 2024-25 പാക് സൈന്യം കൈകാര്യം ചെയ്യുന്ന യഥാർത്ഥ പ്രതിസന്ധികൾ മറന്നേക്കി പുറത്തു വരികയാണ്. അനിയന്ത്രിതമായിട്ടുള്ള സാമ്പത്തിക തകർച്ച, അഫ്ഗാനിസ്ഥാനുമായുള്ള അതിർത്തിയിലെ സംഘർഷം, സൈന്യം തന്നെ പരിപോഷിപ്പിക്കുന്ന ആഭ്യന്തര ഭീകര ശൃംഖലകളുടെ തിരിച്ചടി, സ്വന്തം വീടുമുറ്റത്ത് നടക്കുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിവില്ലാത്ത ഒരു ഗൃഹനാഥൻ അജയ്യനാണെന്ന് പറയുന്നത് ഒരു തമാശ മാത്രമാണ്. പുതിയ ഏകീകൃത പ്രതിരോധ സേന ആസ്ഥാനം സ്ഥാപിച്ചതിനെ മുനീർ ചരിത്രപരമായ നീക്കമായി പ്രഖ്യാപിച്ചു. ആർമി, വ്യോമസേന, നാവികസേന എന്നിവയുടെ ഏകോപനം മെച്ചപ്പെടുത്താനാണ് ഇതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു യുദ്ധത്തിന് തന്നെ തയ്യാറെടുക്കുകയാണ് അദ്ദേഹം. എന്നാൽ 3 ദുർബല സൈനിക വിഭാഗങ്ങളെ കൂട്ടിച്ചേർത്തിട്ട് ഇയാൾ എന്ത് മലമറിക്കാനാണ് എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. യുദ്ധത്തിന്റെ രീതി മാറിയെന്നും യുദ്ധം ഇപ്പോൾ സൈബർ AI, ക്വാണ്ടം യുദ്ധങ്ങൾ പോലുള്ള അത്യാധുനിക പ്ലാറ്റ്ഫോമുകളിലേക്ക് വഴിമാറിയെന്നും അതിലും നമ്മൾ സജ്ജരാകുമെന്നൊക്കെ മുനീർ പറയുന്നുണ്ട്. ഒന്നുമില്ല, സിന്ദൂർ നടന്നപ്പോൾ ഇന്ത്യയുടെ 5-6 റഫേലുകൾ അടിച്ചിട്ട് എന്ന് പറഞ്ഞ് ചൈന ഉണ്ടാക്കിയ AI ദൃശ്യങ്ങളും പൊക്കിപ്പിടിച്ചുകൊണ്ട് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് വന്നിരുന്നു. പക്ഷെ ഇത്തവണ AI ദൃശ്യങ്ങൾ ഉണ്ടാക്കാൻ ചൈനയെ ആശ്രയിക്കില്ല, തങ്ങൾ സ്വയം നിർമ്മിക്കും എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ പാകിസ്ഥാന്റെ സൈനിക വീഴ്ചകളെ ലോകത്തിന് മുന്നിൽ തുറന്നു കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മുനീറിന്റെ പ്രസംഗം ഇന്ത്യക്കുള്ള മുന്നറിയിപ്പിനേക്കാൾ ഉപരി ആഭ്യന്തരമായി തകർന്നുകൊണ്ടിരിക്കുന്ന സൈനിക സംവിധാനത്തിന് മുനീർ നൽകുന്ന ഒരു മോട്ടിവേഷൻ ടോക്കായിട്ട് മാത്രമേ ഇന്ത്യ ഇതിനെ കാണുന്നുള്ളൂ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 5 മലയാളം.